Hi, Chechi. I know that there is some ego and misunderstanding between you guys and Anu. ഞാൻ അയച്ചുതരാം. I'm not a എന്തായാലും നിങ്ങൾ fan of ഇറങ്ങിക്കോ, her ഞാനൊരു game, ഹാഫ് ആൻ but അവറിനുള്ളിൽ അയക്കാം she is genuine towards you കേട്ടോ. guys. After all this, Rush, please try to sort it out. ഗൈസ് നമുക്ക് അനുവിനോട് ഒരു പ്രശ്നമില്ല, അനുവിന് ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല. പിന്നെ തിരക്കുകൾ കാരണങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മളെ ആ ഒരു ഇതൊന്നും കാണാൻ പറ്റാത്തത്. അല്ലാണ്ട് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ബിഗ് ബോസിൽ നൂറ അല്ലാണ്ട് ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അനുമോളെ ഷാനവാസ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. ട്രൈ ടു പോസ്റ്റ് എ ഫോട്ടോ വിത്ത് അനുമോൾ ആൻഡ് ഷാനവാസ്. ഇൻഷാല്ലാ നോക്കട്ടെ. അനുവിൻ്റെ വീട്ടിലെന്നാ പോകുന്നേ? അനു വിളിക്കട്ടെ, അവള് വീട്ടിലോട്ട് ക്ഷണിക്കട്ടെ. അപ്പോൾ പോവാ. അയച്ചുവിടാലോ പട്ടാ ഗേൾസ്. അനുവായിട്ട് പാച്ചപ്പ് ആവണം കേട്ടോ. അതിന് ഞങ്ങൾക്ക് അനുവായിട്ട് ഒരു പ്രശ്നവുമില്ല. ടു ബി ഫ്രാങ്ക്, ഞങ്ങൾക്ക് അവളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ഇപ്പോൾ അനുമോളോടാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവളോട് യാതൊരു വിധ ഇഷ്ടക്കേടോ തെറ്റിദ്ധാരണ ഒന്നുമില്ല, ഇഷ്ടം മാത്രം. ഇവർ രണ്ടുപേരും ഈ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് പേരുണ്ട് ഈ പിന്നെ ശത്രുത വെച്ച് പുലർത്തുന്ന പോലെ അനുമോളടുത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ളടത്തോ പിന്നെയും ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. നമ്മൾ പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ഇത് കണക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ അനുമോക്കെതിരെ ഇത് PR ആണ്. ഇങ്ങനെ പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് പേരുടെ സിമ്പതി പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ അനുമോളെ ഭയങ്കരമായിട്ട് താക്കാനോ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും തീർന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അവരോട് മിണ്ടാൻ താല്പര്യമില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ. അതല്ലാതെ പിന്നെ അതിനെപ്പറ്റി സംസാരിച്ച് ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി വേറെ കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ എന്തിനാണ് സമയം കളയുന്നത്? എവരെ പോലെ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. അതല്ലാതെ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ അത് തന്നെ ഇതേ കണക്ക് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നതായിരിക്കും. ആ ഗെയിം അവിടെ കഴിഞ്ഞു, അത് അവിടെ തീർന്നു. എല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ തന്നെ പോയതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അത് അവർ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടെങ്കിൽ വേറെ കാര്യം നോക്കി പോകേണ്ടത് തന്നെയാണ് ബെസ്റ്റ്. അതിലെ നൂറേം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ അനുമോളുമായിട്ട് ഒരു പ്രശ്നമില്ല, തീർച്ചയായിട്ടും അവളുമായിട്ട് ഇപ്പോഴും നല്ലൊരു ഫ്രണ്ട് തന്നെയാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.